നമസ്കാരം. ഹിസ്ബുള്ള വെടിനിർത്തൽ കരാർ ലംഘിച്ചാൽ ആ നിമിഷം ശക്തമായി തിരിച്ചടിക്കുമെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം നൽകുന്നത്. കരാർ ലംഘനത്തിന് തീ കൊണ്ടായിരിക്കും മറുപടി നൽകുന്നത് എന്നതാണ് ഇസ്രായേലിന്റെ ആ താക്കീത്. അതിർത്തി മേഖലയിലൂടെ ഹിസ്ബുള്ള ഭീകരർ മടങ്ങിയെത്തുന്നത് കർശനമായി തടയണമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. വെടിനിർത്തൽ കരാർ നടപ്പിലാക്കുക എന്നതാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ ദൗത്യമെന്നും ഇതിന് തടസ്സം നിൽക്കുന്നത് ആരായാലും അവരെ നേരിടുക തന്നെ ചെയ്യുമെന്നും സൈനിക വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരിയും വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ചില മേഖലകളിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷവും ആക്രമിക്കാൻ ശ്രമിച്ച ഭീകരർക്ക് കനത്ത തിരിച്ചടി നൽകിയതായും അദ്ദേഹം വ്യക്തമാക്കി. 4 ഹിസ്ബുള്ള പ്രവർത്തകരെ പിടികൂടിയതായിട്ടും ഇസ്രായേൽ വ്യക്തമാക്കുന്നുണ്ട്. തെക്കൻ ലെബനനിലെ അതിർത്തിയിൽ പല സ്ഥലങ്ങളിലും ഇപ്പോഴും മാർഗതടസ്സങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളതായും അവ നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ ഊർജിതമായി പുരോഗമിക്കുന്നതായും ഹഗാരി പറഞ്ഞു. രാസായുധങ്ങൾ നിർമ്മിക്കാനുള്ള ഹിസ്ബുള്ള ഭീകരരുടെ നീക്കത്തെ ഇസ്രായേൽ പരാജയപ്പെടുത്തുകയുണ്ടായി. വടക്കൻ ഇസ്രായേൽ ആക്രമണം നടത്തുന്നതിന് വേണ്ടിയാണ് ഇവർ രാസായുധം നിർമ്മിക്കാൻ ശ്രമിച്ചതെന്നാണ് കരുതപ്പെടുന്നത്. ലെബനനിൽ ഉടനീളം ഇസ്രായേൽ പോർ വിമാനങ്ങൾ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടെ കഴിഞ്ഞ വർഷം ഒക്ടോബർ 7-ന് ഇസ്രായേലിൽ നിന്ന് ഹമാസ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയി ഇപ്പോഴും ബന്ദികളാക്കിയിരിക്കുന്നവരുടെ കുടുംബാംഗങ്ങൾ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് വളയുകയും ചെയ്തു. നെതന്യാഹു തങ്ങളെ നേരിട്ട് കാണണമെന്നും ബന്ദികളുടെ മോചനം സംബന്ധിച്ച് ധാരണയുണ്ടാക്കണം എന്നും ആവശ്യപ്പെട്ടായിരുന്നു ഇവർ പ്രതിഷേധിച്ചത്. ഹിസ്ബുള്ള തീവ്രവാദികളുമായി ഇസ്രായേൽ വെടിനിർത്തൽ കരാറിൽ എത്തിയ പശ്ചാത്തലത്തിലാണ് ബന്ധുക്കൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയതും. ലെബനനുമായി ഇക്കാര്യത്തിൽ ധാരണയിൽ എത്തിയതുപോലെ ഗാസയിലും വെടിനിർത്തൽ നടപ്പാക്കണമെന്നും അതിലൂടെ ബന്ദികളുടെ മോചനം ഉറപ്പാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രതിഷേധക്കാരെ സുരക്ഷാ സേന പിന്നീട് നീക്കം ചെയ്യുകയാണ് ഉണ്ടായത്. അമേരിക്കക്കാരായ ബന്ദികളുടെ മോചനത്തിന്റെ കാര്യത്തിൽ ബൈഡൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട്. ഹമാസ് ഭീകരർ തട്ടിക്കൊണ്ടുപോയ 251 ബന്ദികളിൽ ഇപ്പോൾ 97 പേർ മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. അതിനിടെ ലെബനനിലെ വെടിനിർത്തലിനെ ഇറാൻ സ്വാഗതം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ലെബനൻ സർക്കാരിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകുമെന്നാണ് ഇറാൻ പ്രഖ്യാപിച്ചത്. ഗാസയിലെ ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്താൻ അന്താരാഷ്ട്ര സമൂഹത്തോട് ഇറാൻ സർക്കാർ ആവശ്യപ്പെടുക കൂടി ചെയ്യുന്നുണ്ട്. വെടിനിർത്തൽ കരാറിൽ ഹിസ്ബുള്ളയും ലെബനനും തൃപ്തരാണെങ്കിൽ തങ്ങൾക്കും അതേ നിലപാട് തന്നെയാണെന്നാണ് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയത്. വെടിനിർത്തൽ കരാറിൽ ഹിസ്ബുള്ളയും ലെബനനും തൃപ്തരാണെന്നുണ്ടെങ്കിൽ തങ്ങൾക്കും അതേ നിലപാട് തന്നെയാണെന്നാണ് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി വ്യക്തമാക്കിയത്. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ ഇസ്രായേലിന്റെ നിലപാട് അനുസരിച്ചായിരിക്കും മുന്നോട്ട് പോവുക എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. അതിനിടെ ഗാസയിൽ ഹമാസിനെതിരെ ഇസ്രായേൽ സൈന്യം ആക്രമണം ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സന്ദർഭത്തിലാണ് ഹമാസുമായി എന്തുകൊണ്ടാണ് ഇസ്രായേൽ വെടിനിർത്തലിന് തയ്യാറാകാത്തത് എന്ന ചോദ്യവുമായി നിരവധി പേർ രംഗത്തെത്തുന്നത്. ലെബനനിലെ പോലെ ഒരു വെടിനിർത്തൽ കരാർ വേണമെന്നാണ് ഇപ്പോൾ ഹമാസും ഗാസയിലെ ജനങ്ങളും ആഗ്രഹിക്കുന്നത്. എന്നാൽ ഖത്തറും അമേരിക്കയും ഈജിപ്തും എല്ലാം മുൻകൈയെടുത്ത് നടത്തിയ വെടിനിർത്തൽ കരാറിലെ നിർദ്ദേശങ്ങൾ ഇരു കൂട്ടരും തള്ളിക്കളയുകയാണ് ഉണ്ടായത്. ഗാസയിലെ വെടിനിർത്തൽ ശ്രമങ്ങൾക്കായി ഈജിപ്ത് പ്രതിനിധികൾ വീണ്ടും ഇസ്രായേലിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. വെടിനിർത്തലിന് തയ്യാറാണെന്നും ഇന്നലെ ഹമാസ് നേതാക്കൾ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇക്കാര്യം അവർ ഖത്തറിനെയും തുർക്കിയെയും ഈജിപ്തിനെയും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം 14 മാസം നീണ്ട അതിക്രമങ്ങൾക്ക് താൽക്കാലിക അറുതി കുറിച്ച് ലെബനനിൽ ഹിസ്ബുള്ളയുമായി ഇസ്രായേൽ പ്രഖ്യാപിച്ച വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതോടെ തെക്കൻ ലെബനനിലെ കുടുംബങ്ങൾ സ്വന്തം വീടുകളിലേക്ക് മടക്കം തുടങ്ങി. ഇസ്രായേൽ സൈനിക പിന്മാറ്റവും തുടങ്ങിയിട്ടുണ്ട്. ബെയ്റൂട്ടിലും ലെബനന്റെ മറ്റു ഭാഗങ്ങളിലും സമീപ നാളുകളിലെ ഏറ്റവും വലിയ രക്തച്ചൊരിച്ചിൽ നടത്തിയ രാത്രിയായിരുന്നു ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭ വെടിനിർത്തലിന് അംഗീകാരം നൽകിയത്. തെക്കൻ ലെബനനിൽ ഇസ്രായേൽ സേന നിലയുറപ്പിച്ച ഭാഗങ്ങളിൽ പ്രവേശിക്കരുതെന്നും ഒഴിഞ്ഞുപോകാൻ ഉത്തരവിട്ട ഭാഗങ്ങളിലേക്ക് പൗരന്മാർ മടങ്ങരുത് എന്നതുമടക്കം ഉപാധികളോടെ തന്നെയാണ് വെടിനിർത്തൽ. ലെബനൻ ഇസ്രായേൽ അതിർത്തിയിൽ നിന്ന് 28 കിലോമീറ്റർ അകലെ ഒഴുകുന്ന ലിറ്റാനി പുഴയുടെ വടക്ക് ഭാഗത്തുള്ള ഹിസ്ബുള്ള പോരാളികൾ പിൻവാങ്ങണമെന്നുകൂടി ഉപാധിയുണ്ട്.
പകരം അതിർത്തിയിൽ 5000 ലെബനൻ സൈനികരെ വിന്യസിക്കുകയും ചെയ്യണം. ചൊവ്വാഴ്ച വൈകിട്ടാണ് ഇസ്രയേൽ, ഫ്രാൻസ്, US എന്നിവ സംയുക്തമായി ലെബനൻ വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചത്. ശത്രുത ശാശ്വതമായി അവസാനിപ്പിക്കുന്നതിനൊപ്പം ഇസ്രയേലിനെ ഹിസ്ബുള്ളയുടെയും മറ്റ് തീവ്രവാദ സംഘടനകളുടെയും ഭീഷണിയിൽ നിന്ന് മോചിപ്പിക്കാനുമാണ് വെടിനിർത്തലെന്നാണ് USഉം ഫ്രാൻസും സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞത്. അതേസമയം ബുധനാഴ്ച പുലർച്ചെ പ്രാബല്യത്തിൽ വരുന്നതിന് 4 മണിക്കൂർ മുമ്പ് കുടിയൊഴിപ്പിക്കൽ ഉത്തരവിറക്കിയതും 1 മണിക്കൂർ മുമ്പും വ്യോമാക്രമണം തുടർന്നതും ലെബനനിൽ ഭീതി വിതച്ചായിരുന്നു. അതിർത്തിയിലെ ഹിസ്ബുള്ള പോരാളികൾ പിന്മാറുന്നതിനൊപ്പം എല്ലാ സൈനിക സംവിധാനങ്ങളും തകർത്ത് പകരം ലെബനൻ സൈന്യത്തിലാക്കാനും വ്യവസ്ഥയുണ്ട്. ഇതിന് USഉം ഫ്രാൻസും മേൽനോട്ടം വഹിക്കുകയും ചെയ്യും. ഫ്രഞ്ച് സേന നേരിട്ടും അമേരിക്ക പുറത്തുനിന്ന് പിന്തുണ നൽകിയുമാകും ഇത് പ്രാബല്യത്തിൽ വരുത്തുക. നന്ദി.